ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടമാണോ? കളികൾ ഇഷ്ടമാണോ? ഏതെല്ലാം കളികളാണ് നിങ്ങൾക്കറിയാവുന്നത്? നമ്മുടെ നാട്ടിൽ പലതരം കളികളുണ്ടല്ലേ? നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 ഒന്ന് നോക്കിക്കേ. നമ്മുടെ 3-ാമത്തെ യൂണിറ്റായ ആർപ്പോ ഇറോ എന്ന യൂണിറ്റിൽ ഏതെല്ലാം കളികളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്? ഒന്ന് നോക്കൂ. മുകളിൽ കണ്ടില്ലേ? കണ്ണുകെട്ടിക്കളി, ഊഞ്ഞാലാട്ടം, ഒളിച്ചുകളി, പന്തുകളി, പുലിക്കളി, വള്ളംകളി, പിന്നെ ചെണ്ട കൊട്ടുന്നു. അവർ ഉത്സവമായിട്ട് കളിക്കുകയാണല്ലേ. പിന്നെ നോക്കൂ, ഒരു ആൺകുട്ടി പെൺകുട്ടിയെ പാളയിൽ വെച്ച് വലിക്കുകയാണ്. അവരും കളിക്കുകയാണ് അല്ലേ? ഇനി 18-ാം പേജിലെ അക്ഷരങ്ങളൊന്ന് വായിച്ചു നോക്കിയാലോ. ആർപ്പോ ഇറോ ഇറോ ഇറോ, ആർപ്പോ ഇറോ ഇറോ ഇറോ, ഓടി വരൂ പാടി വരൂ കൂടെ വരൂ കൂട്ടരേ, ആർപ്പോ ഇറോ ഇറോ ഇറോ. ഇനി നമുക്ക് അടുത്ത പേജിലെ കളിയരങ്ങ് എന്ന പ്രവർത്തനം നോക്കാം. അപ്പവും ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി പടിയും കടന്ന് ഇതിലേ പോയി ഇതിലേ പോയി കിളി കിളി കിളി. ഇനി വേറെ കളിപ്പാട്ടുകൾ അറിയാമോ നിങ്ങൾക്ക്? ഒന്ന് ഓർത്ത് നോക്കൂ. കളിക്കുമ്പോൾ പാടുന്ന ഒരു പാട്ട് കേൾപ്പിച്ചാലോ. നാരങ്ങപ്പാല് ചൂട്ടയ്ക്ക് 2, ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ, ഓടി വരുന്ന ചാടി വരുന്ന ഒടുക്കത്തെ കള്ളനെ പിടിച്ചോളൂ. ഇതും ഒരു കളിപ്പാട്ടാണ്. ഇനി നമുക്ക് മാനത്ത് പട്ടം എന്ന അടുത്ത പ്രവർത്തനം നോക്കാം. ഈ പേജിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? അതെ, ഒരു പട്ടം പറക്കുകയാണ്. എവിടെയാണ് പറക്കുന്നത്? അതെ, മാനത്താണ് പറക്കുന്നത്. ആകാശത്തിൽ ഉയരത്തിൽ പറക്കുകയാണല്ലേ. ഇനി നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ. പട്ടം മാനത്ത് പട്ടം, വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു. ഇനി അടുത്ത വരിയിൽ എന്താണ് ചേർക്കേണ്ടത്? പറവ കണ്ടു, മരം കണ്ടു, എല്ലാം എഴുതാം അല്ലേ? ഇനി അവസാന വരി കൂടി വായിക്കാം. പട്ടം പറന്നു. ഇനി അടുത്ത പേജിലെ ചിത്രം നോക്കൂ. അവിടെ പട്ടം കണ്ട ഭൂമിയിലെ കാഴ്ചകളാണ് തന്നിട്ടുള്ളത്. പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. ഇനി നമുക്ക് 22-ാമത്തെ പേജിലെ കളിയരങ്ങ് എന്ന പ്രവർത്തനം നോക്കിയാലോ. അറിയാമോ പറയാമോ കളിയുടെ പേരുകൾ പറയാമോ? അറിയാമേ പറയാമേ കളിയുടെ പേരുകൾ പറയാമേ. പാവ കളിക്കൽ, തൊട്ടുകളിക്കൽ, ഓടിക്കളിയും കളിയാണേ. അറിയാമേ പറയാമേ
പിന്നെ അവിടെ ഒരു ഡാഷ് കണ്ടില്ലേ, അവിടെ നമ്മൾ കളിയുടെ എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അവർ മുഴുവൻ വായിക്കുമ്പോൾ കളിയുടെ പേരുകൾ പറയാമേ എന്നായിരിക്കും. അടുത്ത വരി നോക്കൂ, പാടിക്കളി, ചാടിക്കളി, പിന്നെ നമുക്ക് ചേർക്കാം ഒളിച്ചുകളി. ഇനി നമുക്ക് അടുത്ത പേജിലെ, അതായത് 23-ാമത്തെ പേജിലെ കളിപ്പാട്ടങ്ങൾ വേണോ എന്ന പ്രവർത്തനങ്ങൾ ചെയ്താലോ? ഇതിലെന്താണ് തന്നിട്ടുള്ളത്? കുറേ ചിത്രങ്ങളില്ലേ? ആ ചിത്രത്തിൽ എന്താണ് കുട്ടികൾ ചെയ്യുന്നത്? ഓരോ കളിയുപകരണങ്ങൾ ഉപയോഗിച്ച് കളിക്കുകയാണല്ലേ. ഈ കളിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് എന്താണ് പറയുന്നത് നമ്മൾ? അതേ, കളിപ്പാട്ടങ്ങൾ. നമുക്കിതൊന്ന് വായിച്ചു നോക്കിയാലോ. മരമേ മരമേ പുന്നാരേ, തരുമോ കൊച്ചു കളിപ്പാട്ടം, പന്ത് വേണോ പാവ വേണോ പമ്പരം വേണോ പറഞ്ഞോളൂ, വേണം 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 ഓല കൊണ്ടൊരു പീപ്പി, ഓല പീപ്പി, ഓല കൊണ്ടൊരു പന്ത്, ഓലപ്പന്ത്, ഓല കൊണ്ടൊരു വാച്ച്, ഓല വാച്ച്. ഇങ്ങനെ നമുക്ക് പലതും ഉണ്ടാക്കാം. ഓല കൊണ്ടൊരു കണ്ണട, ഓല കണ്ണട, ഓല കൊണ്ടൊരു കൊട്ട, ഓലക്കൊട്ട, ഓല കൊണ്ടൊരു വട്ടി, ഓലവട്ടി. ഇത്രയും കാര്യങ്ങളാണ് 3-ാമത്തെ അധ്യായമായ ആർപ്പോ ഇർറോയിൽ നമുക്ക് പഠിക്കാനുള്ളത്.